നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റാഫീഞ്ഞ റോബ് ചെയ്യപ്പെട്ടു. റാഫീഞ്ഞ അർഹിച്ചതാണ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം, ഡെംബലെയല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യാപക വിമർശനങ്ങളാണിപ്പോൾ എക്സിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം PSG-യുടെ ഒസ്മാൻ ഡെംബലെക്കാണ് സമ്മാനിച്ചത്. അതേസമയം മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം കൊടുത്തത് PSG-യുടെ തന്നെ ഡിസൈർ ഡൂവിനായിരുന്നു. സോ ഡെംബലെയല്ല, അത് റാഫീഞ്ഞയാണ് മികച്ച താരത്തിനുള്ള പുരസ്കാരം അർഹിച്ചത് എന്നാണ് വാദം. പ്രധാനമായിട്ടുള്ള വാദം ഇതാണ്. ഡെംബലെയെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായിട്ട് പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി സീസണായിട്ട് യുവേഫ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വാദം ഇതാണ്: ദിസ് മേക്സ് നോ സെൻസ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ലാഫബിൾ. റാഫീഞ്ഞയായിരുന്നു ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ, റാഫീഞ്ഞയായിരുന്നു ടൂർണമെൻറ്റിലെ ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡർ. മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗ് കോമ്പറ്റീഷൻ ഹിസ്റ്ററിയിൽ മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്ന രൂപത്തിൽ ചരിത്രം അദ്ദേഹം കുറിക്കുകയും ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തില്ല? എന്തായിരുന്നു എക്സാക്ട്ലി ഇതിൻ്റെ പുറകിലുള്ള ക്രൈറ്റീരിയ? ഇത് റാഫീഞ്ഞയെ റോബ് ചെയ്തതാണ് എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം. അതേസമയം മറുഭാഗം പറയുന്നത് റാഫീഞ്ഞയല്ല, ഡെംബലെയുടെ പ്രകടനം കൊണ്ടാണ് കിരീടം ചൂടുന്നത് PSG. റാഫീഞ്ഞയുടെ പ്രകടനം ശരിയാണ്, മികച്ചതായിരുന്നു. പക്ഷേ സെമിയിൽ അവരുടെ ടീം മടങ്ങിപ്പോയി. ഫൈനലിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള മത്സരത്തിലും ഡെംബലെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹമാണ് ഇത് അർഹിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. അതേസമയം മറുപടിയായിട്ട്, പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫൈനൽ മാത്രമല്ലല്ലോ നോക്കേണ്ടത്. ആ ടൂർണമെൻറ്റിൽ എക്സാക്ട്ലി മൊത്തം എടുക്കുമ്പോൾ ആര് മികച്ച പ്രകടനം നടത്തി അയാൾക്കല്ലേ കൊടുക്കേണ്ടത് പ്ലെയർ ഓഫ് ദി സീസൺ അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം എന്നുള്ള ചോദ്യം മറുഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതിൽ ഒരു കാര്യം ഉറപ്പാണ്, ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ ആരാ? സംശയമില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അത് റാഫീഞ്ഞയാണ്. ടൂർണമെൻറ്റിലെ ടോപ്പ് അസിസ്റ്റർ ആരാ? സംശയമില്ല, കണക്കുകളുണ്ട്, റാഫീഞ്ഞയാണ്. ഓൾ ടൈം ഗോൾ കോൺട്രിബ്യൂഷൻ്റെ റെക്കോർഡ്, സിംഗിൾ ക്യാമ്പയിനിലെ ഓൾ ടൈം ഗോൾ കോൺട്രിബ്യൂഷൻ്റെ റെക്കോർഡ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. പല ഘട്ടങ്ങളിലും ബാഴ്സലോണ കാലിടറുമെന്ന് തോന്നിയ സമയത്ത് അദ്ദേഹം ക്ലച്ചായിട്ട് പ്രവർത്തിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇനി നോക്കുക, റാഫീഞ്ഞയുടെ UCL ഗോൾ കോൺട്രിബ്യൂഷൻസ് ബാഴ്സലോണ ഡ്രോയിലോ ലോസിലോ നിൽക്കുമ്പോൾ, ഈ ക്ലച്ചായിട്ട് പ്രവർത്തിച്ചെന്ന് പറയുന്നതുകൊണ്ടാണ്, ബാഴ്സലോണ സമനിലയിലോ തോൽവിയിലോ നിൽക്കുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് 13 അതായത് ഔട്ട് ഓഫ് 21 13 ഗോളുകളും അത്തരത്തിലുള്ള ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നത്. 62% ഗോൾ കോൺട്രിബ്യൂഷൻസും തൻ്റെ ടീം ലീഡ് ചെയ്യുമ്പോഴല്ല വന്നത്. ഡെംബലെയുടെ ഭാഗത്ത് നിന്ന് UCL ഗോൾ കോൺട്രിബ്യൂഷൻസ് PSG ഡ്രോ ആകുമ്പോഴോ അല്ലെങ്കിൽ PSG തോൽക്കുന്ന ഘട്ടത്തിലോ വന്നിട്ടുള്ളത് 2 മാത്രമാണ്. ഔട്ട് ഓഫ് 9 2 മാത്രമാണ്. എന്ന് പറയുമ്പോൾ 22% മാത്രമാണ് ഒരു ക്ലച്ച് പ്രകടനം എന്ന രൂപത്തിൽ വന്നിട്ടുള്ളത്. സോ 13 ഗോളുകൾ മോസ്റ്റ് ഇൻ കോമ്പറ്റീഷൻ, 8 അസിസ്റ്റുകൾ മോസ്റ്റ് ഇൻ കോമ്പറ്റീഷൻ, ടൈഡ് വിത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോർ മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇൻ UCL സീസൺ 21. പക്ഷേ നോട്ട് ഇനഫ് ടു വിൻ ചാമ്പ്യൻസ് ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ. അതാണ് റാഫീഞ്ഞയുടെ അവസ്ഥ. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായമുണ്ടാവും. പക്ഷേ കളി കിരീടം ചൂടിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്തത് ഡെംബലെയാണ്. ഡെംബലെ തന്നെയാണ് ആ അർത്ഥത്തിൽ ഇതിന് അർഹത എന്നുള്ള ഒരഭിപ്രായം നമുക്കുണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.